സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഞാനിപ്പോൾ യൂട്യൂബിൽ ഇത് കണ്ടിന്യൂസ് വീഡിയോ ഇടുന്നത്. ഇൻസ്റ്റയിൽ റീലായിട്ട് എടുത്തില്ല, കാരണം എഡിറ്റ് ചെയ്യാൻ നമുക്ക് ആളില്ല. സോ അതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ഇടുവാണ്. സോ ഇത് എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല, ഇൻസ്റ്റയിൽ യൂട്യൂബിൽ ഇടുന്നതുകൊണ്ട്. സോ നമ്മളിപ്പോൾ പറയാൻ പോകുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെൻ്റെ സ്റ്റോറീസും ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടാണ് ഞാൻ അനന്ത് സാറിനോട് അല്ലെങ്കിൽ അനന്ത് ചേട്ടനോട് നിൽക്കുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ. സോ അതിനെപ്പറ്റി പറയാനൊക്കെ ആയിട്ടാണ് ഞാൻ കുറച്ച് ദിവസമായി പറയാമെന്ന് പറയുന്നു. ടൈം കിട്ടിയില്ല. സോ ഇപ്പോഴാണ് പറയാൻ സമയം കിട്ടിയത്. സോ സ്റ്റോറി തുടങ്ങുന്നത് ഞങ്ങൾ ആക്ച്വലി അതിനു മുമ്പ് കുറച്ച് പേരുടെ പേരുകൾ പറയണം, എന്തായാലും എടുത്തു പറയണം, കാരണം എന്നെ ഹെൽപ്പ് ചെയ്ത കുറച്ച് പേരുണ്ട്. സോ നിതിൻ, സമജ്, എനിക്ക് മറ്റേ ബ്രോയുടെ ശരിക്കുള്ള പേര് എനിക്ക് വായിൽ വരില്ല. സോ തേങ്ങക്കൊണ്ടയുടെ അഡ്മിൻ. സോ ഇവരൊക്കെയാണ് മെയിൻലി എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനാണ് ആക്ച്വലി ഡോക്ടർ സാറിനെ കാണാൻ വേണ്ടി എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നത്. സോ അത് ദെൻ ഇതിനോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്, ബാക്കിയുള്ളവരോടൊക്കെ താങ്ക്സ് ഉണ്ട്. ദെൻ സോ സ്റ്റോറി നടക്കുന്നത് തുടക്കം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആക്ച്വലി ഡോക്ടർ സാറിൻ്റെ പോസ്റ്റും ഡോക്ടർ സാർ എന്നല്ല പറയുന്നത്, അനന്ത് സാറ്. കാരണം ഒരു ദിവസം കമൻ്റ് ഇട്ടായിരുന്നു, ഒരു പുള്ളി കമൻ്റ് ഇട്ടായിരുന്നു, ഡോക്ടർ സാർ എന്നല്ല അനന്ത് സാർ അല്ലെങ്കിൽ ഡോക്ടർ സാറെന്ന് വിളിക്കണം ഞാൻ പറഞ്ഞിട്ട്. സോ അതുകൊണ്ട് എനിക്ക് മിസ്റ്റേക്ക് കിട്ടിയത്, സോറി. അപ്പം ഞാൻ അനന്ത് സാറിൻ്റെ പോസ്റ്റ് കണ്ടായിരുന്നു, ഇൻസ്റ്റയിൽ സ്റ്റോറി കണ്ടായിരുന്നു, ദെൻ ഇതിനും ഇട്ടേക്കുന്നത് കണ്ടായിരുന്നു. സോ എനിക്ക് ഈ പരിപാടിയിൽ സാറിനെ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഐ മീൻ സാറിനെ റോൾ മോഡലായിട്ടാണ് കണ്ടേക്കുന്നത് എനിക്ക്. ഐ മീൻ സാറിനെ ഹെൽപ്പ് ചെയ്യുന്നതും ഞങ്ങളെപ്പോലുള്ള, അതായത് ഞങ്ങളെപ്പോലെ വയ്യാത്തവരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയിട്ടുണ്ട് സാറിനെ കണ്ടപ്പോൾ. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ സാറിനെ റോൾ മോഡലായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കാണുന്നത്. എന്താ പറയുക, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് റോൾ മോഡലായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ സാറിന് എനിക്കിത് പറയുന്നത്. ഞാൻ അടുത്തടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് പറയുന്നത്. സോ എന്നിട്ട് സ്റ്റാർട്ടിങ് എങ്ങനെയാണ്, ഞാൻ പോസ്റ്റ് കണ്ടു. അപ്പം ഞാൻ നിതിനെ കോൺടാക്ട് ചെയ്തു. അപ്പം നിതിൻ പറഞ്ഞു എങ്ങനെയാണെന്ന് അറിയത്തില്ല, പാസ്സില്ല, തിരക്കതായിരിക്കും, അങ്ങനെ എനിക്കൊന്ന് പറഞ്ഞു. സോ നിതിൻ സമജിന് ഞാനവിടെ, സമജിനെ എനിക്ക് പണ്ട് നേരത്തെ അറിയാം. സമജിൻ്റെ കൂടെ കയറാമെന്നുള്ള രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ബട്ട് കിട്ടിയാലെന്ന് അറിഞ്ഞു. അപ്പം ഞാൻ അവിടെ വന്നപ്പോഴാണ് അറിയുന്നത് കിട്ടൂല, കാരണം പാസ് കിട്ടാൻ പാടാന്ന് പറഞ്ഞു. സോ അതാണ് അപ്പോൾ ഒരു ഭാഗം. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ കുറച്ച് നേരമായി പറയാൻ തുടങ്ങിയിട്ട്, അത് വിട്ടരെ. സോ നമ്മളിവിടെ നിന്ന് ഏകദേശം പരിപാടി നടക്കുന്നത് 28-നാണ്. സോ 28 ഡിസംബറിലാണ് നടക്കുന്ന പരിപാടി. സോ ഞാനിവിടെ നിന്ന് 27-ാം തീയതി വൈകുന്നേരം ബസ് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അതായത് 4 മണിക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് കോഴിക്കോട് ബസ് ഉണ്ടായിരുന്നു. അപ്പം ആ ബസ്സിൽ കയറാൻ നിൽക്കുക. സോ സത്യം പറഞ്ഞത് സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു, നിർത്തിയാലായിരുന്നു. എനിക്കൊരു അബദ്ധം പറ്റി. എന്നിട്ട് ഞാനും എന്നോട് വന്ന പയ്യനും അവൻ്റെ പേര് അവൻ എക്സ്പോസ് ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ്, അവന് പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയാത്തത്. സോ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുക. ബസ് വിട്ടുപോയി, ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല, ബസ് വിട്ടുപോയി. ദെൻ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ കൂത്താട്ടോളം പോയി. ഞങ്ങൾ കോട്ടയം കൂത്താട്ടോളം എന്ന് പറയും, കൂത്താട്ടോളം പോയി. അവിടെ ഒരു 6 മണി വരെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് കോഴിക്കോട് ഡയറക്റ്റ് ബസ് വന്നില്ല, ബട്ട് തൃശ്ശൂർ ബസ് കിട്ടി. തൃശ്ശൂർ ബസ്സാണ് കിട്ടിയത്. സോ തൃശ്ശൂർ ബസ്സിന് കയറി ഞങ്ങൾ തൃശ്ശൂർ ഇറങ്ങി. എന്നിട്ട് തൃശ്ശൂർ ഇറങ്ങിയിട്ട് ഞങ്ങൾ ആ സമയത്തൊന്നും കഴിച്ചില്ല. ഞങ്ങൾ 4 മണിയില്ല, അപ്പം ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. ആ വീഡിയോയ്ക്ക് പറയുന്നത് തന്നെ ട്രൂ ആണ്, ഞാൻ ഇൻസ്റ്റയിൽ റീഡ് ഇട്ടിട്ടുള്ളത്. സോ 4 മണിക്കൊരു ചായ കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. ദെൻ ഞങ്ങൾ തൃശ്ശൂർ ഇറങ്ങി. സോ അവിടെ നിന്നൊന്നും കഴിക്കാൻ പറ്റി. ഞങ്ങൾ നേരെ എന്നിട്ട് കോഴിക്കോട് എവിടെയാണോ സ്ഥലം മറന്നി, അവിടെ ബസ് ഉണ്ടായിരുന്നു. സോ അവിടെ ഇറങ്ങി. ആ സ്ഥലത്ത് ഇറങ്ങിയപ്പം ഞങ്ങൾക്ക് തൃശ്ശൂർ സ്റ്റാൻഡിൽ ഇറങ്ങി. ഏകദേശം ഒരു 9-10 മണിയായപ്പോൾ തൃശ്ശൂർ സ്റ്റാൻഡിൽ ഇറങ്ങി. സോ അവിടെ ചെന്നപ്പം ഞങ്ങൾക്ക് വണ്ടിയില്ല. ഐ മീൻ കോഴിക്കോട് വണ്ടിയെല്ലാം ബുക്ക്ഡാണ്. അതായത് ഈ KSRTC ഓൺലൈനിൽ ബുക്ക് ചെയ്തേക്കുന്ന വണ്ടികളാണ്. ഞങ്ങൾക്ക് ഒരു വകുപ്പുമില്ല, കാരണം ഞങ്ങൾക്ക് കോഴിക്കോട് വന്ന് അത്ര ആഗ്രഹമുണ്ട്, നടക്കുകയില്ലെന്നുള്ളതിട്ടുണ്ട്. ഞങ്ങൾ അവിടെ പോലീസുകാരനോട് ഒരുപാട് താങ്ക്സ് പറയണം. ആ പോലീസുകാരൻ ഹെൽപ്പ് ചെയ്തിട്ടോ, ചേട്ടൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ബട്ട് ആ പോലീസുകാരനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഞങ്ങൾ അവിടെ ചെന്നു. അവിടുത്തെ ഡിപ്പോയിൽ ചോദിച്ചു ഇങ്ങനെ ഇതിന് പോകാൻ വേണ്ടി. അപ്പം ടിക്കറ്റ്, അപ്പം പുള്ളിക്കാരനത് അറേഞ്ച് ചെയ്തു. ഞങ്ങൾ കയറി. ഞങ്ങൾ കോഴിക്കോട് വന്ന് ഇറങ്ങിയത് എനിക്കൊന്നും വെളുപ്പിന് 4 മണിയായപ്പോഴാണ് കോഴിക്കോട് വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ കോഴിക്കോട് വന്ന് ഇറങ്ങി. ദെൻ ഞങ്ങൾ ഫുഡ് കഴിച്ചു. വെളുപ്പിന് 4 മണിക്ക് ഫുഡ് കഴിച്ചു. ഇന്ന് ആ സമയത്ത് കോഴിക്കോടൊക്കെ ഹോട്ടൽസ് എല്ലാം ഓപ്പണാണ്. അപ്പം ഫുഡ് കഴിച്ച് ഞങ്ങൾ എന്ത് ചെയ്തു,
റൂം അന്വേഷിക്കാൻ തുടങ്ങി. ബട്ട് ദൈവാനുഗ്രഹമാണോ എൻ്റെ ലക്കിൻ്റെ കുഴപ്പമാണോ അതോ ദൈവത്തിൻ്റെ അനുഗ്രഹ സമയത്ത് ഉള്ളതുകൊണ്ടാണോ അറിയത്തില്ല, ഒറ്റ റൂം ആ കംപ്ലീറ്റ് ഏരിയ കോഴിക്കോട് ഏകദേശം ഫുള്ള് കംപ്ലീറ്റ് ഏരിയ റൂമൊന്നുമില്ല. റെയിൽവേ സ്റ്റേഷൻ്റെ പുറകെ പോയി നോക്കി, അടുത്ത് KSRTC സ്റ്റാൻഡ് അവിടെ പോയി നോക്കി, അവിടെ ഒന്നും റൂമോ ഡോർമെറ്ററി ഒന്നുമില്ല, എല്ലാം ഫുള്ളാണ്. പിന്നീട് കുറേ ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടായി, അത് വലിയ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ കുറേ നടന്നു, എൻ്റെ കാലൊക്കെ ഭയങ്കരമായിട്ട് വലിച്ചു കൂട്ടി. വേദന എടുത്ത് കാലിൻ്റെ ഈ സ്കിന്നിൻ്റെ സൈഡ് ഡ്രൈ ആയിട്ട് ചെരുപ്പിട്ട് നോക്കുമ്പോഴൊരു ഇതുണ്ടായിരുന്നിട്ട് എൻ്റെ കാലിന് ഓൾറെഡി ലെങ്ത് പ്രോബ്ലമാണ്, ഡിസേബിൾഡാണ് ഞാൻ. അപ്പം വന്നപ്പോൾ എൻ്റെ കാലിന് ലെങ്തിന് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ എനിക്ക് ബാലൻസ് കിട്ടില്ല, വീഴാൻ തുടങ്ങി, അങ്ങനെ കുറേ പ്രശ്നങ്ങളായി. എന്നിട്ട് അവസാനം ഞങ്ങൾ നമ്മുടെ KSRTCയുടെ ഈ വെയിറ്റിംഗ് റൂമുണ്ട് AC, അതിനകത്ത് കയറി ഇരുന്നു കുറച്ച് നേരം. എന്നിട്ട് ഞങ്ങൾ പുറത്ത് പോയി ഒരു 6 മണി 7 മണി ആറപ്പോഴേക്കും ചായ കുടിച്ച്. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അടുത്തൊരു ഒരു ഡോർമെട്രി അല്ല, ഒരു ഫ്രഷപ്പ് ആണുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവരോട് ചോദിച്ചു. അപ്പോൾ അവർ ഫ്രഷപ്പായി. എന്നിട്ട് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. 12 മണി 11 മണി ആവുന്നോടം വരെ അവിടെ ഇരുന്നു. അവിടെ ഇരുന്നു. ദെൻ ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ ഡയറക്റ്റ് പരിപാടി നടക്കുന്ന ഏരിയയിലേക്ക് പോയി. അപ്പം ഞാൻ നിതിനെ അന്നേരം വിളിച്ചു. അപ്പം നിതിൻ പറഞ്ഞു കയറാൻ പറ്റുമോ അറിയത്തില്ല. അപ്പം കുറേ നോക്കി. അപ്പം അന്നേരമാണ് സാമജ് ബ്രോയുടെ കൂടെ കയറാനായിരുന്നു ഇരുന്നത്. അപ്പോൾ സാമജ് ബ്രോയ്ക്ക് ഇപ്പോൾ ഗസ്റ്റാക്കി മാറ്റിയതുകൊണ്ട് കയറാൻ പറ്റില്ല. അവനെ അന്ന് ഇൻഫ്ലുവൻസറായിരുന്നു, പിന്നെ ഗസ്റ്റാക്കി. സോ അതുകൊണ്ട് കയറാൻ പറ്റില്ല. സോ ഞാൻ എന്ത് ചെയ്തു, ഞങ്ങളെന്നാൽ പിന്നെ കാണാൻ പറ്റില്ല. അന്നേരം എനിക്ക് ഉള്ളിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു. കാണാൻ പറ്റില്ലല്ലോ, പോയല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ വിഷമമുണ്ടായി. അപ്പം ആരോടും പറഞ്ഞ് സാരമില്ലടാ പോട്ടെ, നമുക്ക് എത്ര എത്തിയില്ല, ഇനിയിപ്പോൾ സാരമില്ല, ആരോടും പറഞ്ഞ് ആശ്വസിച്ചു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ഇറങ്ങുക. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞ് ഇതിനെ വിളിച്ചു. ഞാൻ ഇതിനോട് പറഞ്ഞു, ഇതിനെ ഞങ്ങൾ പോവുക, ഇനിയിപ്പോൾ കാണാൻ പറ്റുമെന്ന് ഉറപ്പില്ല. ഡോക്ടർ സാറിനെ അനന്ത് സാറിനെ അല്ലെങ്കിൽ അനന്ത് ചേട്ടനെ കണ്ടാൽ മതി എന്ന് ബട്ട് കിട്ടുന്നില്ല, കാണാൻ പറ്റില്ലെന്നോ ഹോപ്പില്ല. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങിയപ്പോഴാണ് ഇതിനെന്നെ വിളിച്ച് പറയുന്നത്, അനന്ത് സാറ് ഇന്നോവ കാറിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളൊന്ന് ഇത് വെയിറ്റ് ചെയ്തു. അപ്പം പുറത്തിറങ്ങിയിട്ടും ഉണ്ടല്ലോ എന്ന് ഓർത്തിരുന്നു. അപ്പോഴാണ് തേങ്ങാക്കോലയുടെ അഡ്മിൻ വരുന്നതും ഇങ്ങനെ നിൽക്കുന്നതൊക്കെ ചോദിച്ചു. അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞു, സാറിനെ കാണാൻ വേണ്ടിയാണ്, മുമ്പേ പറഞ്ഞ സ്റ്റോറി ഇതെല്ലാം പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, ഈ തേങ്ങാക്കോലയുടെ അഡ്മിൻ ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, തേങ്ങാക്കോലയുടെ. പക്ഷേ ആളുടെ പേര് പറയത്തില്ല, വെച്ചാൽ എനിക്ക് ആ പേര് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ നാട്ടിൻ്റെ കുഴപ്പമാണ്. എനിക്കൊന്ന് യാസർ എന്നാണ് എനിക്ക് തോന്നുന്നു പേര്, യാസർ എന്നാണ് പേര്. ബട്ട് എനിക്ക് കറക്റ്റ് അത് പ്രൊണൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പ്രൊണൗൺസ് ചെയ്യാത്തത്. സോ അവരോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഞാൻ ആ ഐഡിയ ഇതിൽ മെൻഷൻ ചെയ്തേക്കാം വീഡിയോയ്ക്കകത്ത്. സോ ദെൻ ഞങ്ങൾ സാറിനോട് ചെന്ന് തേങ്ങാക്കോലയുടെ അഡ്മിൻസ് എന്ന് പറഞ്ഞു. അതായത് സാറിൻ്റെ ഫ്രണ്ടിൽ അഖിലേട്ടൻ ഇരിപ്പുണ്ടായിരുന്നു. അഖിലേട്ടൻ സാറിനോട് പറഞ്ഞു. സാർ അത് കേട്ടപ്പോൾ ഇറങ്ങി വന്നപ്പോൾ ഇപ്പോൾ ഞാൻ പറയുമ്പോൾ എൻ്റെ കൈകാലം കിടന്ന് നടക്കുക. കാരണം ആ ഒരു മൊമെൻ്റ് ഉണ്ട്, നമ്മൾ കാണാൻ ആഗ്രഹിച്ച ആ ഒരു വ്യക്തി കാണുന്നൊരു മൊമെൻ്റ് ഉണ്ട്. ആ മൊമെൻ്റ് ഒരിക്കലും മറക്കാൻ പറ്റുള്ളൂ. ഒരു മൊമെൻ്റ് ഞാനിപ്പോഴും പറയുമ്പോൾ എൻ്റെ കാര്യം കൈകാലം നിറയ്ക്കുന്നുണ്ട്. സോ അതാണ്. അപ്പം എന്താ ചെയ്യുക, അപ്പം സാറ് ഇറങ്ങി വന്നു. ആദ്യം എൻ്റെ തോളത്തൊക്കെ തട്ടി. അപ്പം സാറ് ചോദിച്ചു എന്നെ കാണാൻ വേണ്ടി വന്നതാണെന്ന് ചോദിച്ചു. അത് ബാക്കി നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഷെയർ ചെയ്തേക്കുന്ന വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം. എന്നെ കാണാൻ വേണ്ടിയാണ് വന്നതെന്ന് ചോദിച്ചപ്പോഴത്തേനും ഞാൻ പതറി തുടങ്ങി. കാരണം പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഇപ്പം തന്നെ ഞാൻ പതറുന്നുണ്ട് ആക്ച്വലി. ഇനിയിപ്പോൾ സാറിന് ഇനി ഒന്നുകൂടെ കാണുമ്പോഴുള്ള അവസ്ഥ എന്നുള്ളത് എനിക്ക് ദൈവത്തിൻ്റെ മാത്രമേ അറിയത്തുള്ളൂ. സോ പതറി തുടങ്ങി. ദെൻ എൻ്റെ കൈയും കാലൊക്കെ ബാലൻസ് പോയി തുടങ്ങി. അപ്പോൾ അരുൺ കൂടെ ഉണ്ട്, അരുൺ എന്നെ പിടിച്ചിട്ടുണ്ട്. ബാലൻസൊക്കെ പോയി തുടങ്ങി. സാറ് തോളത്ത് കൈയിട്ട് കൂളെന്നൊക്കെ പറഞ്ഞ് തോളത്തൊക്കെ തട്ടി. ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ എൻ്റെ ഈ ഫോൺ, ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്ത ഫോൺ ആക്ച്വലി പോയതാണ്, ഒരുപാട് വർഷമായി ഈ ഫോൺ ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിപ്പം അത്യാവശ്യം സ്റ്റോറേജ് ഞാൻ സ്പേസ് ഒക്കെ ഒഴിവാക്കുന്നത്, ഫോട്ടോസ് ഇതെല്ലാം ബാക്കപ്പ് ഇട്ട് സ്റ്റോറേജ് ഒഴിവാക്കിയിട്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത്. ഞാൻ എഡിറ്റ് ഒന്നും ചെയ്യുന്നില്ല, ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പം എന്താ ചെയ്യുക, സാറിനെ കണ്ടത്. അപ്പോൾ ഞാൻ ഈ ഫോൺ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പം എന്താ പറയുക, വീഡിയോ എടുക്കുക. ഇപ്പോൾ ഇതാ ഫോൺ എന്ന് വിചാരിച്ചോ, സാർ ഇങ്ങനെ സെൽഫി എടുക്കാൻ നോക്കുക. അപ്പം ഈ സാധനം ഇങ്ങനെ എടുക്കുമ്പോൾ ഫോട്ടോ ഇതിപ്പോൾ എടുക്കുവാണെങ്കിൽ ഫോട്ടോ എടുക്കേണ്ട സ്ഥലത്ത് ഈ സാധനം വീഡിയോയിലേക്ക് മാറി. അതായത് ഹാങ്ങായിട്ട് വീഡിയോ മോഡിലേക്ക് മാറി. പിന്നെ ഇത് പോട്ടെ, ഞാൻ പറഞ്ഞ സാധനം പഴയ ഫോണാണ്, 5 കുറച്ച് നാളായി, ഒരുപാട് നാളായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അന്നേരം സാറ് പറഞ്ഞു അത് സാരില്ല, നമുക്ക് സെറ്റാക്കാം. അതൊക്കെ കേൾക്കാൻ നല്ല രസമാട്ടോ. പിന്നെ അത് കഴിഞ്ഞ്
സാറൊക്കെ പറഞ്ഞു. എന്നിട്ട് സാറാണ് എന്താ പറയുക, സാറിൻ്റെ പരിപാടി കണ്ടിട്ടേ പോകണമെന്നുണ്ട്. അപ്പോൾ ഞാൻ സാറിന് കൊണ്ട് സാറ് പാസ് എന്ന് ചോദിച്ചാൽ, എന്നിട്ട് സാർ എടുത്ത് വെച്ച് ചോദിച്ചു, എന്നിട്ട് പാസ്സില്ല എന്ന് ചോദിച്ചു, പാസ്സില്ലേന്ന് ചോദിച്ചു. അപ്പം പാസ്സില്ല, അങ്ങനെ കിട്ടിയില്ല, കാണാൻ പറ്റില്ല. അപ്പം തന്നെ സാറ് ഇതിനോട് പറഞ്ഞു അതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. ഇത് ഞങ്ങളെ ഫ്രണ്ടിൽ, ഐ മീൻ മീഡിയയുടെ സെക്ഷനിൽ കൊണ്ടിരുത്തി ഞങ്ങളെ ഒന്ന് ഫ്രണ്ടിലിരുന്ന് കണ്ടു, പരിപാടിയെല്ലാം കണ്ടു. സോ പരിപാടി കണ്ടു, ഞങ്ങൾ തിരിച്ച് റിട്ടേൺ പോന്നു. ഞങ്ങൾ പിന്നെ വയനാട്ടിലേക്ക് പോരുന്നത്. സോ എനിക്ക് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മൂമെൻ്റ് ആയിരുന്നു അത്. സാറായിട്ട് കണ്ടൊരു മൂമെൻ്റ്. എന്താ പറയുക, നമ്മൾ കാണാൻ ആഗ്രഹിച്ചൊരു വ്യക്തി, അതായത് ഒരുപാട് നമ്മൾ കാണാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയെ പെട്ടെന്ന് കാണുമ്പോഴൊരു സർപ്രൈസ് മൂമെൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഉള്ളിൽ നിന്നൊക്കെ ഒരു എന്താ പറയുക, പറയാൻ പറ്റാത്തൊരു ഫീലാണ്. ആ ഒരു ഫീലായിരുന്നു ആ സമയത്ത്. സോ പരിപാടി കണ്ടു. ആസിഫ് അലി ഉണ്ടായിരുന്നു, കുറേ സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു, ബേസിൽ ജോസഫ് ഉണ്ടായിരുന്നു. അന്നേരമാണ് അതിനിടെ ക്യാരക്ടർ പോസ്റ്റർ റിവീലിംഗ് ഉണ്ടായിരുന്നത്. അത് കിടിലായിരുന്നു. പിന്നെ അനന്ത് സാറിൻ്റെ എൻട്രി അത് കിടിലായിരുന്നു. അത് ചില പിള്ളേരുടെ ആവേശം കാണാൻ സൈലത്തിലെ, ഞാൻ ആ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സൈലത്തിലെ പിള്ളേരുടെ ആവേശം കിടിലായിരുന്നു. അത് നമ്മൾ ഇതായിപ്പോൾ. സോ ശരിക്കും പറഞ്ഞാൽ സാറിനോട് സംസാരിച്ചപ്പം എനിക്ക് എൻ്റെ ഒരു എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ച സാർ ഇച്ചിരി ഒരു സ്ട്രിക്റ്റ് ആ ഒരു ടൈപ്പാണ്. ബട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്ലി എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ കുടുംബത്തിലൊരു മെമ്പറിനോട്, നമ്മുടെ ഫാമിലിയിലൊരു മെമ്പറിനോട് സംസാരിക്കുന്ന പോലെയാണ് ഫീൽ ചെയ്തത് എനിക്ക് സാറിനോട് സംസാരിച്ചപ്പോൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി ഫ്രണ്ടിനോട് അല്ലെങ്കിൽ ഫാമിലിയിലൊരു മെമ്പറിനോട് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ അതൊക്കെയാണ് പറയാനുള്ളത്. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, ബട്ട് കുറേയൊക്കെ ചെറുതായിട്ട് ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് പറയും. ഈ കാര്യം പ്രത്യേകിച്ച് പറയുന്നുണ്ട് ടെൻഷനുണ്ട്. പിന്നെ ടെൻഷനല്ല, ഒരു ഇതുണ്ട് ഈ കാര്യം പറയുന്നുണ്ട്. സോ അതുകൊണ്ടാണ് എനിക്കിങ്ങനൊരു ഇട്ടത്. കുറച്ച് ദിവസം ഇടാന്ന് പറയുന്നു. സോ അപ്പം താങ്ക് യു, ഇത്രേ ഉള്ളൂ പറയാനായിട്ട്, വേറെ ഒന്നും പ്രത്യേകിച്ച്. സോ ഇതിൽ ഞാൻ നന്ദി പറയാനുള്ളത്, ഞാൻ വിട്ടുപോയി. നന്ദി പറയാനുള്ളത് കുറച്ച് പേരുണ്ട്. ഒന്ന് തേങ്ങക്കൊരയുടെ അഡ്മിൻ യാസർ എന്നൊന്ന് എനിക്ക് തോന്നുന്നു. ബ്രോ പേര് തെറ്റിപ്പെട്ടാണ്, ക്ഷമിക്കണേ. യാസിർ ബ്രോ, ദെൻ നിതിനുണ്ട്, സമജ് ബ്രോ പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് അവന് പറയാൻ അങ്ങനെ താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് സോ ഞാൻ പറയാത്തത്. സോ നിതിന്, സമജ്, യാസർ ബ്രോ ഇവരൊക്കെയാണ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത്. നിതിൻ്റെ ബ്രോയുടെ ഞാൻ പറഞ്ഞു, സമജ് ബ്രോ എന്നെ സപ്പോർട്ട് ചെയ്തു. ആ സമയത്ത് ഞാൻ ഈ പോവാന്ന് പറഞ്ഞത് ആദ്യം വിളിച്ചു പറഞ്ഞത് സമജ് ബ്രോയാണ്. ഞാൻ പറഞ്ഞു സമജ് ബ്രോ അറിഞ്ഞതേ നിതിനെ വിളിച്ചു. അതായത് എനിക്ക് കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോഴേ സമജ് ബ്രോ നിതിനെ വിളിച്ചു സംസാരിച്ചു. അപ്പോൾ സമജ് ബ്രോയ്ക്ക് ഒരു വിഷമമായിപ്പോയി, കാരണം എനിക്ക് കയറാൻ പറ്റിയില്ലല്ലോ എന്നർത്ഥം. സോ സമജ് ബ്രോ ഒരുപാട് താങ്ക്സ്. നിതിൻ എനിക്ക് പറയുമ്പോൾ തന്നെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. യാസർ ബ്രോയ്ക്കും താങ്ക്സ് ഉണ്ട്, കാരണം യാസർ ബ്രോ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് തേങ്ങക്കോടയുടെ പേജിൽ. ആ വ്യക്തി വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തപ്പോഴാണ് എനിക്ക് ഇത്ര റീച്ച് മീൻസ് ആ വീഡിയോയിലൂടെ എൻ്റെ അക്കൗണ്ടിന് റീച്ചും കയറി, എല്ലാവരും അറിയാൻ തുടങ്ങി. ചെറുതായിട്ടാണെങ്കിലും അറിയാൻ തുടങ്ങി. പിന്നെ കോളേജിലാണെങ്കിലും ഇപ്പം എല്ലാവരും അറിയുന്നുണ്ട്. സോ എൻ്റെ ഇനിയിപ്പോൾ ഒരു ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് ഒന്നുകൂടെ ഒന്ന് കാണണമെന്നുണ്ട്. അന്ന് ശരിക്കും പറഞ്ഞാൽ സാറ് തിരക്കായിരുന്നു. സോ ജസ്റ്റ് മിണ്ടാനേ പറ്റുള്ളൂ. സോ ഒന്നുകൂടെ കാണണമെന്നുണ്ട്, എപ്പോഴെങ്കിലും കാണാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. സോ ദൈവത്തിന് നന്ദിയുണ്ട്, എല്ലാവരോടും നന്ദി പറയുന്നു. എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ടുള്ള കുറച്ച് പേരുണ്ട്. സോ അവരോടും താങ്ക്സ് പറയുന്നു. സോ നിതിൻ ബ്രോ, സമജ് ബ്രോ, എൻ്റെ ഫ്രണ്ട്, ദെൻ യാസർ ബ്രോ, പിന്നെ എൻ്റെ സീനിയറായിട്ടുള്ള കോളേജ് ചെയർമാനും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്തിട്ട് പുള്ളി എന്നെ ഒരുപാട് ഇമോഷണലാണ് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ താങ്ക്സ് ടു ഓൾ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. സോ ഈ വീഡിയോസൊക്കെ ആയിട്ട് വരും. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. താങ്ക് യു, ബൈ.